ഇഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ വിജിലൻസ് കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കും. രണ്ടാം പ്രതി വിൽസൺ, മൂന്നാം പ്രതി മുകേഷ്, നാലാം പ്രതി ചാർട്ടേഡ് അക്കൌണ്ടന്റായ രഞ്ജിത്ത് വാര്യർ എന്നിവരെയാണ് വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുക. വിവരങ്ങളുമായി റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. റാഫി, പ്രധാനമായും പിടിയിലായ പ്രതികൾക്ക് കേസിലെ ഒന്നാം പ്രതിയായ ഇഡി ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധമാകും പരിശോധിക്കുക. ഇതുൾപ്പെടെ എപ്പോഴായിരിക്കും ഇവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക? ഒപ്പം മറ്റു വിവരങ്ങൾ എങ്ങനെ? രാവിലെ 10 മണിയോടുകൂടി ഈ 3 പേരുടെയും ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം പ്രതിയായ വിൽസൺ, മൂന്നാം പ്രതി മുകേഷ്, ഒപ്പം തന്നെ നാലാം പ്രതിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ രഞ്ജിത്ത് വാര്യർ, ഇവർ 3 പേരുടെയും ചോദ്യം ചെയ്യലാണ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് നടത്തുക. പ്രധാനമായും ഇവർക്ക് ഈ ഇഡി ഉദ്യോഗസ്ഥൻ ശേഖറുമായുള്ള ബന്ധമാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഈ ഇഡി ഉദ്യോഗസ്ഥനിൽ നിന്ന് വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ഇഡി ഉദ്യോഗസ്ഥന്റെ ഏജന്റ് എന്ന നിലയിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രവർത്തിച്ചു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ഈ വിജിലൻസിന്റെ സംശയം. ഈ സംശയത്തിനുള്ള മറുപടിയായിരിക്കും വിജിലൻസ് ഇന്ന് ശേഖരിക്കുക. ഒപ്പം തന്നെ ഇന്നലെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ഇഡി ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഒപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖർ ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. കാരണം കൊട്ടാരക്കരയിലുള്ള ഈ വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വ്യവസായിക്ക് വിൽസൺ പറഞ്ഞ തീയതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഒരു സമൻസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഏജന്റുമാർ പറയുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇഡി ഓഫീസ് എങ്ങനെ നടത്തുന്നു എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ പ്രധാനപ്പെട്ട സംശയം. ഇതിൽ ആരാണ് ഇത്തരത്തിലുള്ള സഹായം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ഈ ഏജന്റുമാർക്ക് നൽകുന്നതെന്നുള്ള ചോദ്യവും ഈ വിജിലൻസിന് മുന്നിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിനുള്ള മറുപടിയിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖറിന്റെ പേര് ഈ ചിത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ശേഖറിനെ ഒന്നാം പ്രതിയാക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഇതിനോടകം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ശേഖറിനെ നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരിക. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.